ചേട്ടാ മീശക്കാരെന്നാണോ അതിൻ്റെ പേര്? മീശ ചേട്ടോ നമസ്കാരം. മീശക്കാരെന്നാണോ? അതെ, SI ജോർജ് മീശക്കാരൻ. പക്ഷെ പണ്ട് മീശ പിരിച്ചൊന്ന് ഏറിപ്പോയതാട്ടോ. എടാ അന്നേ അതിനകത്ത് എനിക്ക് ഒരു എന്താ പറഞ്ഞ, എന്റെ അപ്പന് മീശ ഉണ്ടായിരുന്നു, എന്റെ അപ്പന്റെ അപ്പന് മീശ ഉണ്ടായിരുന്നു. അല്ല അന്ന് മീശ പിരിച്ചെന്ന് പെരേരന് എനിക്ക് ഇങ്ങനത്തെ മീശ ഉണ്ടോ? ഇല്ല ഇല്ല, നമ്മൾ പാവപ്പെട്ട മീശ. അന്ന് നമ്മുടെ പാവപ്പെട്ട പണക്കാരല്ല മീശ ഉണ്ടാവണത് ഏതിന്? എനിക്ക് അന്നേ നമ്മുടെ അലിൻ ജോസ് പെരേരനെ തല്ലാനായിട്ട് മായിമാറ്റ് വരുമ്പോ ചേട്ടനെ എതിർക്കുന്നതായിരുന്നു. അത് നമ്മള് എഴുതി വെച്ചേക്കുന്ന സ്ക്രിപ്റ്റിലായിരുന്നു. ട്രോള് വന്നായിരുന്നു നമ്മുടെ മറ്റേ 64 ലക്ഷം പേര് ആ വീഡിയോ കണ്ടു. അതിനകത്ത് 5 ലക്ഷം പേര് ഇവനാരാ ഡാഷ്, ഇവനാരാ അതിന്റെ സംഭവം എന്താ വെച്ചാൽ, ഈ ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറുമായിട്ട് എന്നെ പോലെ ഒരു കടുങ്കാപ്പിന് നരസിംഹം ആഹൂഹി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ മോഹൻലാലിന്റെ ആരാധന ഇവനാരാ ഈ പരനാറി, ഈ കടുങ്കാപ്പി, നികൃഷ്ടജീവി, ഇവനാരാ മോഹൻലാലിന്റെ ഒപ്പം പറഞ്ഞിട്ട് ഊടാണ് തെറി. ഒരു തെറ്റ് ചെയ്യാതെ എന്റെ അമ്മയും എന്റെ അപ്പനും തെറി പറഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിവരമില്ലായ്മല്ലേട്ടാ, അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ, പറഞ്ഞവര് പറഞ്ഞോളൂ, അതൊരു വിഷയം. ചേട്ടാ അത് വിട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും തെറിയ കാര്യങ്ങൾ ഉണ്ടാവുന്നേ, മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും ചേട്ടാ വേറെ കാര്യം, നല്ലൊരു എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് കാണിക്കോ? ഫ്രണ്ടിന്റെ പേര് ഞാൻ അദ്ദേഹത്തിന് ചിലപ്പോ വയർത്താരാവാൻ താല്പര്യമായിരിക്കും. ഇത് തോമസ് പാറക്കനാണ്, എന്റെ ഒരു ചങ്കാണത്. ഈ തോമസ് പാറക്കൻ എന്ന് പറയും. ഹായ് പറഞ്ഞു. ഇത് അഭിലാഷ് ആട്ട, ഞാൻ ബിൻ മാത്യു. ഇന്റർവ്യൂ എന്ന് പറയും. ഇവനെയൊക്കെ വന്നാലോ നോക്കുക, ഇവൻ വിട്ടോളാ വണ്ടി സാറേ.